ഹായ് നദാൻ സ്പേസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇത് ഹൈദരാബാദ് ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അതായത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു. നല്ല സ്പ്രെഡ് ഉണ്ടായിരുന്ന ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയത്. നദാൻകുട്ടൻ ആസ് യൂഷ്വൽ ബ്രേക്ക്ഡ് ഐറ്റംസിലൊക്കെയാണ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒതുങ്ങിയത്. നമ്മൾ ഇന്ന് ഹൈദരാബാദിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിറ്റി ഓഫ് പേൾ എന്നാണല്ലോ ഹൈദരാബാദ് അറിയപ്പെടുന്നത്. അപ്പം പേള് ഏറ്റവും നല്ലതുപോലെ അല്ലെങ്കിൽ കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത് ചാർമിനാർ ഭാഗത്താണ്. അപ്പം ചാർമിനാർ വിസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ചൗമഹല്ല പാലസും വിസിറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അത് മാത്രമല്ല നമ്മൾ രാവിലെ ഒന്നും ഇറങ്ങില്ല. ഒന്നാമത് നമ്മൾ വന്ന സമയം നല്ല ചൂട് ടൈം ആയതുകൊണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞത്തേക്കൊന്ന് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് പോകാമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്ക് ചേട്ടയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു അദ്ദേഹത്തെ മീറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു നമുക്ക് പോകാൻ. ആ സമയത്തേക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അവരവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ആ സൈഡിൽ ഇരുന്നിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്താണ്, എങ്ങനെ പോകണം, എവിടെയൊക്കെ നമ്മൾ ഷോപ്പിംഗ് എന്നൊക്കെ ഉള്ളൊരു നല്ലൊരു ഗൈഡ് ലൈനാണ് ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. നമ്മൾ അവിടുന്ന് യൂബർ ബുക്ക് ചെയ്തിട്ട് നേരെ ചാർമിനാറിനാണ് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ചാർമിനാർ നമ്മൾ ലൊക്കേഷൻ ഇട്ട് നമ്മൾ കാർ ആക്സസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡ്രൈവർ പറയുന്നത് നമ്മുടെ മിസ് യൂണിവേഴ്സ് കോൺടെസ്റ്റിലുള്ള എല്ലാ കോൺടെസ്റ്റൻസും ഇന്ന് ഹെറിറ്റേജ് വോക്ക് നടത്തുന്നത് ചാർമിനാർ വെച്ചിട്ടാണ്. അപ്പം മോസ്റ്റ് പ്രോബബിളി പബ്ലിക്കിന് അത് അലൗഡ് ആയിരിക്കില്ല. അപ്പം എങ്ങനെയാവും, നമുക്ക് എന്നാൽ അവിടം വരെ ഒന്ന് പോയി നോക്കാം, ഇതൊരു ഡൗട്ടാണ്, എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓക്കെ എന്തായാലും പോകാം, ഒന്ന് നമുക്ക് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ട്രാവൽ ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ ഹെറിറ്റേജ് വോക്ക് മൂലം അത് ചാർമിനാറിൻ്റെ 4 വഴികളും അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കവിടെ കയറാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് സലാർജംഗിലേക്കാണ് പോയത്. സലാർജംഗ് മ്യൂസിയം നമ്മൾ അടുത്ത വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. 2013 ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും ക്യാപിറ്റലായിട്ട് ഹൈദരാബാദിനെ തിരഞ്ഞെടുക്കുക. അപ്പം 2 സ്റ്റേറ്റിനും ഇപ്പോൾ ക്യാപിറ്റലായിട്ടുള്ളതാണ് ഹൈദരാബാദ്. ഇത് ഏകദേശം 10 വർഷത്തേക്കാണ് ഈ ഒരു കരാറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കരാറിനെയാണ് തെലുങ്കാന ബില്ലെന്ന് പറയുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഹൈദരാബാദ് അനേക രാജവംശങ്ങൾ ഭരിച്ചിരുന്ന ഒരു നാടാണ്. ചാലൂക്യന്മാർ, കാകതീയന്മാർ, പിന്നെ ഖിൽജി രാജവംശം, അവിടെ നിന്ന് പിന്നെ തുഗ്ലക്ക്, അതിനുശേഷം മുസ്നൂരി നായകന്മാർ, അതിനുശേഷമാണ് ബഹുമാനി സുൽത്താനേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് കുത്തബ് ഷാഹി. ഈ ഹൈദരാബാദ് അതിൻ്റെ ഒരു പ്രതാപകാലത്തേക്ക് എത്തുന്ന ഈ കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അവിടെ നിന്നാണ് മുഗൾ സാമ്രാജ്യം അല്ലെങ്കിൽ മുഗളന്മാർ ഇവിടം പിടിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ടിലൊക്കെ ഉള്ള വജ്രങ്ങളൊക്കെ മറ്റ് നാടുകളിലേക്കും ഡൽഹിയിലോട്ടൊക്കെ കൈമാറ്റം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ അവസാനമായിട്ട് അസഫ് ജാഹി രാജവംശം, അതായത് നിസാമുകൾ, നമ്മളറിയപ്പെടുന്ന നിസാമുകൾ ഈ ഹൈദരാബാദ് റൂൾ ചെയ്യുന്നു. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് 1948 വളരെ ഓപ്പറേഷൻ പോളോയിലൂടെ ഹൈദരാബാദിനെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് വളരെ നിർബന്ധപൂർവ്വം ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും രാജവംശങ്ങൾ ഈ നാട് ഭരിക്കുകയും അവരുടെ ഓരോരോ ഇംപ്ലിമെൻറ്റേഷൻസ്, റൂൾസ്, അവരുടെ ഓരോ പുതിയ പുതിയ നയങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ നമുക്ക് ഭയങ്കര ഇതിൻ്റെ എല്ലാം ഒരു മിക്സഡാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഹിന്ദു മുസ്ലിം ആർക്കിടെക്ചർ മിക്സ്ചറാണ് ഇതിൻ്റെ എല്ലാ ബിൽഡിങ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കൾച്ചറൽ ഫ്യൂഷൻസും അവിടെയുണ്ട്. ഹൈദരാബാദിൽ വന്നിട്ട് നമുക്കൊരു ഹൈദരാബാദി ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾ ആദ്യമേ, അപ്പം ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാരഡൈസിലെ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി. നമ്മൾ ചെന്നത് ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഒരു പെർഫെക്റ്റ് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ അവിടെ ഇവിടെ പാരഡൈസിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒത്തിരി പ്രമുഖരായിട്ട് ആൾക്കാരുടെ നോട്ട്സും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. നദാൻകുട്ടനും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മട്ടൻ ബിരിയാണി കഴിക്കുന്നത്. അത് ഇവിടെ നിന്നാണ് കഴിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ എനിക്ക് കഴിച്ച് പരിചയമില്ലാത്ത ഒരു ഫുഡും ഞാൻ കഴിക്കാൻ ട്രൈ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. അത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. നമുക്ക് നാട്ടിലും വാങ്ങാൻ കിട്ടുന്ന ഹൈദരാബാദിയും ഈ ഹൈദരാബാദി ബിരിയാണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന്
ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ലുംബിനി പാർക്കിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. ലുംബിനി പാർക്ക് എന്ന് പറയുന്നത് ഹുസൈൻ സാഗർ ലേക്കിന് ഏറ്റവും നിയർ ബൈ ആയിട്ടാണ്. ഈ ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറഞ്ഞാൽ 1950 ഹൈദരാബാദിൻ്റെ ജലക്ഷാമം തീർക്കാൻ വേണ്ടി മുസി നദീ തീരത്ത് മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിക്കപ്പെട്ടൊരു തടാകമാണ്. ഇത് കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. അവിടെ ഏറ്റവും ആകർഷിച്ച ഒരു ഇതാണ് നമ്മുടെ അവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നൊരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടി കയറി. നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ലൈറ്റ് ഷോ പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ചരിത്രം പറയുന്ന പോലെ തന്നെ ഹൈദരാബാദിൻ്റെ കൾച്ചർ, അവിടുത്തെ ഫോർമേഷൻസ്, അവരുടെ ചരിത്രം, മറ്റു കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ഒരു 30 മിനിറ്റ്സിൽ പ്രസൻറ്റ് ചെയ്തു. വളരെ അടിപൊളിയായിരുന്നു. നമുക്ക് ആ ഒരു ടൈമും ആ ഒരു കാലാവസ്ഥയെല്ലാം നമുക്ക് അനുകൂലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത്, ഈ സ്തൂപം പോലെ കാണുന്നത് തെലങ്കാന രക്തസാക്ഷി മണ്ഡപമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളും ഭൂഗർഭ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ തൊട്ട് ഹൈദരാബാദിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായിട്ടുള്ളൊരു വളർച്ചയായിരുന്നു. ഒരു ആധുനിക നഗരമായിട്ട് ഹൈദരാബാദ് ഇപ്പോൾ ഒരു ഹൈടെക് സിറ്റി ആയിട്ട് തന്നെ ഹൈദരാബാദ് മാറിയിരിക്കുകയാണ്. ഹെറിറ്റേജ് വോക്കിന് വേണ്ടിയിട്ട് ഹൈദരാബാദിൻ്റെ നാടും നഗരവും എല്ലാം വളരെയധികം സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ ഒരു കറക്റ്റ് ടൈമിൽ ചെന്നുകൊണ്ട് നമുക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നാളെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യും. അതുവരേക്കും സീ യു ലേറ്റർ. ബൈ. താങ്ക് യു.